ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നല്ലൊരു വിഷുക്കാലം കൂടി ഇങ്ങ് എത്തി. അപ്പോൾ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ പായസമെങ്കിലും ഉണ്ടാക്കാതിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അരിയട എള്ളുപ്രഥമനാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ലോകത്തെ അടക്കി വാഴുന്ന ഈ മഹാമാരി ഒന്ന് പെട്ടെന്ന് മാറി നല്ലൊരു പൊൻപുലരിക്ക് വേണ്ടി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട, നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കണ്ടിട്ട് വരാം. പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് അരിയട എടുത്തിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇത് ഇത്രയും ആവശ്യമില്ല, ഇതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ എടുത്ത് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ട വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെക്കാം. എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കാണാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ 3/4 പാത്രത്തോളം വെള്ളം തിളയ്ക്കാൻ വെക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. പിന്നെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അരിയട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം, അതൊന്ന് നന്നായിട്ട് വേവട്ടെ. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇങ്ങനെ 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ അട തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പോട്ടെ. ഇനി നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. ഞാൻ ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് പാനിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ ഉരുളിയോ ചൂടാകാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പകുതിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് മധുരം കുറവാണെങ്കിൽ പിന്നീട് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. പാനി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സൂക്ഷിച്ചിട്ട് കൊടുക്കണം, മേത്തൊന്നും തെറിക്കരുത്. നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി അടയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. അപ്പോൾ മറ്റൊരടുപ്പത്ത് ഞാനൊരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കറുത്ത എള്ളിട്ട് കൊടുക്കും. വറുത്ത് വെച്ചിരിക്കുന്ന എള്ളു കൂടി ചേർത്ത് കൊടുക്കാം. എള്ളും അടയും കൂടി പാനി കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇത് ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ വെക്കാൻ. ഇത് നന്നായി കുറുകിയിട്ടുണ്ട്.
അപ്പോൾ ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നര മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാം പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് 2-2.5 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ് രണ്ടാം പാൽ. മധുരം ഇത്തിരി കുറവാണ്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കൂടി ഇതിലേക്ക് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനിയും തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കരുത്. ഇനി ഇതിലേക്ക് ജീരകം, ഏലക്ക, ചുക്ക് കൂടി പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും തേങ്ങാക്കൊത്തും കൂടി ചേർക്കാം. ഇനി ഇത് ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വിഷു സ്പെഷ്യൽ അരിയട എള്ളു പ്രഥമൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നല്ലൊരു അഡ്വാൻസ് വിഷുദിന ആശംസകൾ.